ഹലോ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കനമുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റ് നിർമ്മിച്ച് വിലയിരുത്താൻ നമ്മൾ പഠിക്കുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്കിവ കഴിയും. നിങ്ങൾക്ക് ഗ്യാസ് കട്ടിങ്ങും ഗ്രൈൻഡിങ്ങും ഉപയോഗിച്ച് ബെവലിംഗ് ചെയ്ത് പ്ലേറ്റുകൾ തയ്യാറാക്കാൻ കഴിയും. റൂട്ട് ഗ്യാപ്പും ടാക്ക് വെൽഡും സെറ്റ് ചെയ്യുക. വെൽഡ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. സർഫസിൽ എന്തെങ്കിലും വെൽഡിംഗ് ഡിഫക്റ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. വെൽഡിംഗ് പ്രോസസ്സിന് ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഹീൽ റോൾ, ബോൾ പിൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്. വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ: കീ ആൻഡ് സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസ്, വെൽഡിംഗ് പവർ സോഴ്സ്, സ്ഥിരമായ വേഗതയും വോൾട്ടേജും ഉറപ്പാക്കാൻ വയർ ഫീഡറുകൾ, ഇലക്ട്രോഡ് വയറിന്റെ സപ്ലൈ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. GMAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 10 mm കനമുള്ള പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നമുക്ക് നോക്കാം. സ്പെസിഫിക്കേഷനുകൾ പ്രകാരം MS പ്ലേറ്റ് മുറിക്കുക. 150 mm നീളത്തിലും 50 mm വീതിയും 10 mm കട്ടിയിലും. ഒരു പ്രത്യേക ആംഗിളിൽ MS പ്ലേറ്റിന്റെ അരികുകൾ ബെവൽ ചെയ്യുക. ഓരോ ബെവൽഡ് എഡ്ജിലും ഒരു 2 mm റൂട്ട് ഫേസ് ഫയൽ ചെയ്യുകയോ ഗ്രൈൻഡ് ചെയ്യുകയോ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന കഷ്ണങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്യുക. പ്ലേറ്റിന്റെ മുകൾ ഭാഗത്തും ഗ്രൂവിന്റെ സൈഡ് വാളിലും ജോയിന്റിന്റെ അടിവശങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകുക. 5 മുതൽ 8 മില്ലിമീറ്ററും പരമാവധി 10 മില്ലിമീറ്ററുമുള്ള ഒരു സ്റ്റിക്ക് ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. .8 mm ഡയ വയറിൽ 80 മുതൽ 90 ആംപെയർ കറണ്ട് സെറ്റ് ചെയ്യുക. 18 മുതൽ 19 വോൾട്ട്സിൽ ആർക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യുക. അന്തരീക്ഷ മാലിന്യങ്ങളിൽ നിന്ന് വെൽഡ് മെറ്റലിനെ സംരക്ഷിക്കുന്നതിന് ഗ്യാസ് ഫ്ലോ റേറ്റ് 8 മുതൽ 10 LPM ഇടയിൽ സെറ്റ് ചെയ്യുക. ട്രാൻസ്വേഴ്സ് ഡിസ്റ്റോർഷൻ ഒഴിവാക്കുന്നതിന് 10 mm കനമുള്ള പ്ലേറ്റിൽ 183 ഡിഗ്രിയിൽ ജോയിൻ പ്രീസെറ്റ് ചെയ്യുക. .2 mm റൂട്ട് ഗ്യാപ്പിൽ തുല്യ അകലത്തിൽ ടാക്ക് വെൽഡ് ചെയ്ത് പൊസിഷനിൽ പ്ലേറ്റുകളെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് GMAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കനമുള്ള ഒരു MS പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ് നോക്കാം. വെൽഡിംഗ് ടേബിളിൽ ടാക്ക് വെൽഡ് ജോബ് സെറ്റ് ചെയ്യുക. ഏറ്റവും നല്ല റൂട്ട് പെനട്രേഷൻ ലഭിക്കുന്നതിന് സഞ്ചാര ദിശയിലേക്ക് തന്നെ ടോർച്ച് 5 ഡിഗ്രി മുതൽ 15 ഡിഗ്രി ആംഗിളിൽ മെയിൻറ്റെയിൻ ചെയ്യുക. റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സെക്കൻഡ് റണ്ണിന്റെ സമയത്ത് എന്തെങ്കിലും നോൺ മെറ്റാലിക് ഇൻക്ലൂഷൻസ് ഒഴിവാക്കാൻ കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് റൂട്ട് റൺ വൃത്തിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്. സെക്കൻഡ് റണ്ണിന് വേണ്ടി 90-നും 100 ആംപെയറിനും ഇടയിൽ കറണ്ട് സെറ്റ് ചെയ്യുക. ആർക്ക് വോൾട്ടേജ് 19 മുതൽ 20 വോൾട്ട്സ് വരെയും. സെക്കൻഡ് റൺ വെൽഡ് ചെയ്യുമ്പോൾ താരതമ്യേന റൂട്ട് റണ്ണിനേക്കാൾ വേഗത്തിൽ ചെയ്യുക.
തേർഡ് റണ്ണിനായി അർദ്ധവൃത്താകൃതിയിൽ സൈഡ് ടു സൈഡ് വേവിംഗ് മൂവ്മെന്റ് ക്രസന്റ് മോഷൻ ഉപയോഗിക്കുക. ബീഡിന്റെ രണ്ടറ്റങ്ങളിൽ ഒരു തരത്തിലുമുള്ള അണ്ടർകട്ട് ഇല്ലാതെ ഫുൾ സൈഡ് വാൾ ഫ്യൂഷൻ നേടിയെടുക്കുക. ബ്ലീഡിന്റെ ഇരുവശത്തും ടോസിന്റെ എൻഡിൽ ശരിയായ തുല്യമായ ഫില്ലിംഗ് ലഭിക്കുന്നതിന് 1 മുതൽ 2 സെക്കൻഡ് സമയം വരെ താൽക്കാലികമായി നിർത്തുക. ശരിയായതും തുല്യവുമായ ബീഡ് പ്രൊഫൈലും 1 മുതൽ 1.5 മില്ലിമീറ്റർ വരെ റീഇൻഫോഴ്സ്മെന്റ് നിലനിർത്തുക. നമുക്കിപ്പോൾ GMAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 10 mm പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ ഇൻസ്പെക്ഷനെ കുറിച്ചും കോഷനെ കുറിച്ചും നോക്കാം. GMAWനുള്ള സുരക്ഷാ മുൻകരുതലുകൾ. സ്പെസിഫിക്കേഷൻ ഉള്ളതിനേക്കാൾ ഉയർന്ന ഫ്യൂസ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇലക്ട്രിക്കൽ കണക്ഷൻസ് എല്ലാം ടൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഷീൻ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. നല്ല വെന്റിലേഷൻ നിലനിർത്തുക. ശരിയായ കളർ ലെൻസുകൾ ഉപയോഗിക്കുക. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആർക്ക് കാണരുത്. ശരിയായ വസ്ത്രം ധരിക്കുക. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ സുരക്ഷാ ഗ്ലാസുകൾ ധരിക്കുക. വെൽഡിംഗ് ഏരിയയിൽ നിന്നും ജ്വലന വസ്തുക്കൾ മാറ്റുക. എല്ലായ്പ്പോഴും വെൽഡിംഗ് മെഷീൻ ശരിയായി എർത്ത് ചെയ്യുക. വെൽഡിൻ്റെ വലിപ്പവും ജോയിൻറ്റിൻ്റെ ഷേപ്പും ഒരുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യുക. ലെഗ് ലെങ്ത് തുല്യമാണോ എന്ന് ഉറപ്പാക്കുക. വെൽഡ് ഏരിയ വൃത്തിയാക്കുക. ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ഡിഫക്ട്സുകൾ നോക്കാം. ക്രാക്ക്, പാർട്ടേഴ്സ്, ഓവർലാപ്പ്, improper fill, റീക്യാപ്പ്. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ബെവലിംഗ് വെച്ച് പ്ലേറ്റ്സ് തയ്യാറാക്കാൻ, റൂട്ട് ക്യാപ്പ് സെറ്റ് ചെയ്ത് ടാക്ക് വെൽഡ് ചെയ്യാൻ, വീവിംഗ് ടെക്നീക്ക് ഉപയോഗിച്ച് റൂട്ട് റൺ, സെക്കൻഡ്, തേർഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യാൻ, വെൽഡ് ഡിഫക്ട്സുകൾ പരിശോധിക്കാൻ. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.